ഹായ് ഫ്രണ്ട്സ്, ആദീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുറത്ത് പോർച്ചുഗീസ് എന്നൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഇത് ശരിക്കും പുഴയരരികിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈബടിച്ച് ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ വേറെ ഒന്നല്ല, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും കുറേ മടി പിടിച്ച് കളിക്കാനൊന്നും പോകൂല. പിള്ളേരായാലും അങ്ങനെ എല്ലാവരും പോണവർ അല്ല എന്നല്ല പറഞ്ഞത്, എന്നാലും പോണവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാലും നമ്മൾ അതിനൊരു ഇതാക്കിയിട്ട് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഒരു വെറൈറ്റി ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെ അത് ചെയ്യുന്നു. എനിക്ക് സംസാരിക്കാൻ ശരിക്കും പറ്റാത്തത്, എനിക്ക് തൊണ്ട കുറച്ച് വേദനയാണ്, ഒച്ചയൊക്കെ പോയിരിക്കുകയാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, സോറി, അതിൽ ക്ഷമിക്കണം. പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ ആരൊക്കെ അത് ചെയ്യുന്നു. അപ്പം മറക്കണ്ട, ഞാൻ പോർച്ചുഗീസ് എന്ന് പറയുന്ന അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ്. ഇവിടെ വരുന്നവർ ഈ റെസ്റ്റോറൻറ്റിൽ കയറാം. പുഴയുടെ അരികിൽ നീളനെ അതിമനോഹരമായിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഈ പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൽ കയറണമെങ്കിൽ മെയിനായിട്ട് 3 എൻട്രൻസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കയറിയത് ഈ ബുദ്ധൻ്റെ പ്രതിമ വെച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു എൻട്രൻസിൽ കൂടിയാണ് ഞാൻ കയറിയത്. പിന്നെ ഇതിൻ്റെ കവാടം എന്ന് പറയണത് പഴയൊരു പഴമയിലേക്ക് കൊണ്ടുപോകുന്നതും പുതുമയും മിക്സായിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കണ്ടില്ലേ, എന്ത് രസമാണ് നോക്കിയേ. അതായത് അപ്പോഴത്തെ ഒരു ആംബിയൻസ്, ഇത് വരികയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം തന്നെ വരണം, എന്നാലേ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഈ ആംബിയൻസ് വളരെ രസമാണ്. കാരണം കാമൻ കൂളാണ്. അപ്പോഴത്തെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും കണ്ട് ആസ്വദിക്കാനുണ്ട്. അപ്പോൾ പറ്റുന്നവർ വരിക എന്തായാലും. കാരണം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. കാരണം അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ്. ഇതിൻ്റെ ഒപ്പം ശരിക്കും പറഞ്ഞാൽ മഴയും കൊണ്ടിട്ടെങ്കിൽ രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. വേറെ ഒന്നുകൊണ്ടല്ല, ഈ നൈറ്റ് ആംബിയൻസ് എന്ന് പറയുന്നത് അത് നേരിട്ട് കണ്ട് തന്നെ അനുഭവിക്കണം ഇവിടുത്തെ കേട്ടോ. പിന്നെ നല്ല രസത്തിലൂടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ, രാത്രി കാണാൻ, ആ ലൈറ്റിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഇനി നോക്കാം ആരൊക്കെ നല്ല രീതിയിൽ ആ ചലഞ്ച് ചെയ്യുന്നു. നമ്മളിവിടെ കുറച്ച് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കാം. ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ അവർ ആദ്യം ഒരു മടി കാണിച്ച് എന്നാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഒന്നും കൂടി വാക്കാം മക്കളെ. അപ്പോൾ നമുക്ക് ചെയ്തൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിട്ട് അവരോട്. കാരണം പിള്ളേർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചലഞ്ച് കൊടുക്കണത്. അപ്പോൾ പറയാമെന്ന് വെച്ച്. അപ്പോൾ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞ മോൻ്റെ പേരെന്താ? ഇസ്ഹാക്ക്. അപ്പോൾ ഇസ്ഹാക്കാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ ഇസ്ഹാഹേ? ഇസ്ഹാക്ക്. എടാ, എൻ്റെ തൊണ്ട കുറച്ച് സീൻ കാരണം പറയാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറേ പേര് കളിക്കാൻ പോണവരുണ്ട്, മടി പിടിച്ചിരിക്കണവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാനും അങ്ങനത്തെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഒന്നല്ല ടഫ് പോസ്റ്റ് ചലഞ്ച്. അതായത് നമ്മൾ ഈ കാലെടുത്തിട്ട് നമ്മൾ പതുക്കനെ തലയെ മുട്ടിക്കാൻ നോക്കണം. അതിപ്പോൾ ഫ്രണ്ടിൽ കൂടെ ആയാലും ബാക്കിലായാലും എങ്ങനെയാണെങ്കിലും ഫ്ലെക്സിബിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. നിന്റെ കൈ പിടിച്ചിട്ട് മുട്ടിക്കാൻ നോക്കാം. അവൻ സിമ്പിളായി ചെയ്ത്. അപ്പം അവന് നമുക്ക് മിഠായി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവന് നമ്മൾ ഈ മിഠായി കൊടുക്കണ്ട, പറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത അവർക്ക് ധൃതിയായി സപ്പോർട്ട് ചെയ്ത പിള്ളേർക്കും നമ്മൾ മിഠായി കൊടുക്കുന്നുണ്ട്. അവനക്ക് ചെറിയ മിഠായി ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ അപ്പം കൊടുക്കാം. എന്നാ അപ്പോൾ വേറെ ഒന്നുകൊണ്ടല്ല, അവനെ നന്നായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്ത്, അതുകൊണ്ട് മാത്രമാണ് അവൻ ചെയ്യാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചത്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തായാലും പ്രോത്സാഹനം കൊടുക്കണ്ടേ, ആ രീതിയിലാണ് ഒരു ചെറിയ മിഠായി കൊടുത്തത്. ഇവിടെ ഒരു വീഡിയോ എടുക്കേണ്ട ഒരു തന്നെ അവന് കൊടുക്കുക. അപ്പോൾ ശരി, അത് നമ്മുടെ ചാനലിൻ്റെ പേര് പറയാം. നമ്മുടെ ചാനലിൻ്റെ പേര് ആദീസ് ഫാമിലി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ചാനലിൻ്റെ പേര് എന്താണെന്ന് ആദീസ് ഫാമിലി പറഞ്ഞേക്ക്. ആദീസ് ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ താങ്ക് യു. ദൈവമോൻ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ വിറ്റിട്ട് നല്ല, ഞാൻ പറഞ്ഞില്ലേ അവനെ ഞാൻ ഇന്നും വന്നപ്പോൾ കണ്ട് എനിക്ക് സന്തോഷമായിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വാങ്ങാൻ പറ്റാത്തതിൽ വിഷമമുണ്ടായി. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, അന്ന് എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മാത്രമാണ് വാങ്ങാഞ്ഞത്. ഇന്ന് എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ഇന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങും. ഓക്കെ, എന്നാ പിടിച്ച്. താങ്ക് യു.
ഫ്ലെക്സിബിലിറ്റി ചാനൽ. നമ്മളിലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറേ ആക്റ്റീവ്നെസ് ഒക്കെ കുറവല്ലേ, പിന്നെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകണം. അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടികളങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തതായി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിനും നമുക്കൊക്കെ തന്നെയാണ് നല്ലത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പോസ് പറയും, അത് ചെയ്യണം. അതായത് നമ്മുടെ കാലുണ്ടല്ലോ, അത് ഒന്നുകിൽ ഇതിലേ മുട്ടിക്കണമെങ്കിൽ മുട്ടിക്കുക, അല്ലെങ്കിൽ ഇതിലേ ആയാലും നമ്മുടെ തല മുട്ടിക്കാൻ നോക്കണം. അത് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് മുട്ടിക്കണമെങ്കിൽ മുട്ടിക്കുക, അല്ലാണ്ട് എങ്ങനെയാണെന്ന് നോക്കി ട്രൈ ചെയ്യാം. ജസ്റ്റ് കാണിച്ചു തരാം, ആദ്യം കാണിച്ചു തരാം വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ട്രൈ. നമ്മുടെ ഈ കാലില്ലേ, കാലെടുത്തിട്ട് ഇങ്ങനെ അതിൽ കൂടെ എങ്ങനെയാണ് മോന് കംഫർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇവിടെ എടാ ഈ കാല് ഇവിടെ നിർത്തിട്ട് ഇങ്ങനെ ആ അതന്നെ. അതെ, ഇനിയിപ്പോൾ കുറേ ചെയ്യണ്ട. ഞാനൊരു കാര്യം കൂടിയും പറയാം. നിങ്ങൾ ഒരു ഇത് പറയണതല്ല കേട്ടോ, നല്ല കാര്യമാണ്. നമ്മുടെ ശരീരത്തിനായാലും ഈ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യണത് ഫ്ലെക്സിബിലിറ്റി, അതായത് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യണത് നല്ലതാണ്. നിങ്ങൾക്ക് അതിലും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ദിവസവും പഠിക്കുക കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കണതിൻ്റെ ഭാഗം തന്നെയാണ് ഈ എക്സസൈസ് ആയാലും എല്ലാ കാര്യങ്ങളായാലും. അപ്പോൾ കുറേ കുട്ടികൾ പഠനത്തിൻ്റെ ഇതിൽ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ എക്സസൈസോ കാര്യങ്ങളൊക്കെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇനിയത്തെ തലമുറ ശ്രദ്ധിച്ച് വരണം. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പോൾ ഇനി തുടങ്ങി നന്നായി ചെയ്യാൻ നോക്കാം, ചെയ്യൂലേ? അതായത് ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല നല്ല വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊരിക്കലും എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇനിയത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യുക. ഈ കുട്ടി ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ, ചെയ്യാൻ ശ്രമിച്ചില്ല എന്നല്ല. അപ്പോൾ നമ്മൾ ശ്രമിച്ച രീതി ആ ഒരു ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് എടുക്കാം. ഇതാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം കുട്ടികളൊക്കെ കണ്ടു, നമ്മൾ ചോദിച്ചു. പിന്നെ ചെയ്ത കുട്ടികളെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടല്ല. എല്ലാവരും ഓക്കെ ആയിരുന്നില്ല എടുക്കാനല്ല ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നല്ല. എല്ലാവരും ഫ്ലെക്സിബിളായിട്ടിരിക്കണം എന്നില്ലല്ലോ. അപ്പം ഞാൻ ഇതൊരു ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താനുള്ള രീതിയിലുള്ള കാര്യമാണെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ എല്ലാവരും ഞാൻ കാണിക്കാൻ നിന്നില്ല, അവരെ പേഴ്സണലി അവർക്ക് അതൊരു ചിലപ്പോൾ ഹേർട്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളിനി ചെയ്യാണ്ടിരിക്കരുത്, നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഫ്ലെക്സിബിളായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിൽ നല്ലൊരു അവയർനെസ് എല്ലാവർക്കും കൊടുത്തു. അതൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അവർക്കൊരു ചിലപ്പോൾ ഷെയിമായിരിക്കും, എല്ലാവർക്കും അല്ലാട്ടോ, ചിലവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരെയും ചെയ്ത കുട്ടികളെയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂടെ നിൽക്കുക. ഇനി അടുത്ത നല്ല വീഡിയോ വരുന്നവരെയും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.